സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കണ്ടൊരു വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ഉറ്റ സഹോദരി അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ പുത്രി എന്നൊക്കെ വിളിക്കാൻ സാധിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ. നല്ല സ്ത്രീയാണ്, അല്ലെ നല്ല പെൺകുട്ടിയാണ്. നല്ല ഒരു ചെറിയ പ്രായത്തിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് വരികയും പിന്നീട് അവിടുന്ന് വലിയൊരു സ്ഥാനം ആർക്കും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത, അതായത് രാഷ്ട്രീയ പാർട്ടിയിലിരിക്കുന്ന പല ആളുകൾക്കും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത വിധം ഉയർന്നു പോവുകയും മേയർ എന്ന് പറയപ്പെടുന്ന ഒരു പദവി അത് തലയിലേക്ക് ആകുകയും പിന്നീട് അതിനുശേഷം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കേരളത്തിന് വേണ്ടി സംഭാവനയും ചെയ്ത, തിരുവനന്തപുരം നഗരത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റിയ കുറേ അധികം നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത, അല്ലെങ്കിൽ ഒരുപാട് വികസനങ്ങളൊക്കെ കൊണ്ടുവന്നൊരു മേയറാണ് ആര്യ രാജേന്ദ്രൻ എന്നൊക്കെയാണ് എല്ലാവരും പറയപ്പെടുന്നത്. പക്ഷെ ഞാനങ്ങനെ പറയില്ല കേട്ടോ. കാരണം ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു പാവം പിടിച്ച ഒരു കൊച്ചു പെൺകുട്ടിക്ക് ഒരു വലിയ പദവി അതിൻ്റെ തലയിലേക്ക് എടുത്ത് കൊടുക്കുകയും ആ പദവി ആ, എടുത്ത് തലയിലേക്ക് കിട്ടിയതിന് ശേഷം, അല്ലെ ആ പദവി കിട്ടിയതിന് ശേഷം വലിയ രീതിയിലുള്ള അഹങ്കാരമാവുകയും ഒരു കൊച്ചമ്മയായിട്ട് കാണിക്കുന്ന പരിപാടികളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ വിഷയം നടക്കുന്നത് 2024 ഏപ്രിൽ 27 രാത്രിയിൽ പാളയത്ത് നിന്ന് വരികയായിരുന്ന KSRTC ബസ്സിൻ്റെ പിന്നാലെ വന്ന് അതിനെ ഓവർടേക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ KSRTC ബസ് ഡ്രൈവർ, അന്നത്തെ KSRTC സ്വിഫ്റ്റ് ബസ് ആണെന്ന് തോന്നുന്നു, അതിൻ്റെ ഡ്രൈവറായിട്ടുണ്ടായിരുന്ന യദു കൃഷ്ണൻ ബസ്സിൽ ഇരുന്നുകൊണ്ട് കൈകൊണ്ട് എന്തൊക്കെ ആംഗ്യങ്ങൾ കാണിച്ചു. അത് ആര്യ രാജേന്ദ്രനായിട്ടുള്ള കൊച്ചമ്മ കണ്ടു. മന്ത്രി കൊച്ചമ്മ കാണുകയും മന്ത്രി കൊച്ചമ്മയുടെ കെട്ടിയവനും അതേപോലെ തന്നെ MLA യുമായിട്ടുള്ള സച്ചിൻ ദേവ് എന്ന് പറയപ്പെടുന്നവനും എല്ലാവരും കൂടി ഇറങ്ങിയിട്ട് വൃത്തികെട്ട ഒരു പരിപാടി അങ്ങോട്ട് കാണിച്ചു. അതായത് ആ ബസ് ഒരു സ്ഥലത്തങ്ങ് നിർത്തിച്ചു. സിഗ്നൽ എത്തിയപ്പോൾ അതിൻ്റെ മുന്നിൽ കയറി നിർത്തിച്ചതൊക്കെ ഓക്കെ. അങ്ങനെ ഒരു ആംഗ്യം കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനെ പിടിച്ചടിക്കുക, അല്ല അവനെ പിടിച്ച് വിരട്ടുക തന്നെ ചെയ്യണം. എന്നാൽ അവിടെ സംഭവിച്ചത് എന്താണ്? ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ മുഴുവനും ആ പെരുവഴിയിൽ ഇറക്കി വിട്ടു. അത് മാത്രവുമല്ല, വണ്ടി നിർത്താനായിട്ട് ഇവർ കാണിച്ചൊരു മാർഗം സീബ്ര ലൈനിൽ കൊണ്ടുവന്നിട്ടാണ് വാഹനം പാർക്ക് ചെയ്തത്. ഇതൊന്നും ചോദിക്കാനൊന്നും MVD വരില്ല, കേരള പോലീസ് വരില്ല, ഒരാളും വരില്ല. കാരണം ഭരിക്കുന്ന പാർട്ടിയുടെ ഉറ്റ പുത്രിയാണല്ലോ ഈ കാണിച്ച പരിപാടികളൊക്കെ, അല്ലെങ്കിൽ ഈ തോന്നിവാസങ്ങളൊക്കെ കാണിച്ചത്. അതിൻ്റെ പേരിൽ ആ വാഹനം തടഞ്ഞു നിർത്തുകയും ആ വാഹനം തടഞ്ഞു നിർത്തിയപ്പോൾ ആ വാഹനം ഓടിച്ചിരുന്ന യദു കൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന ഡ്രൈവർ, ആ പയ്യൻ ഈ വന്ന് വാഹനം തടഞ്ഞു നിർത്തിയ ആളുകളുടെ അടുത്ത് അവരെ ശകാരിക്കുകയും ഞാനൊന്നും കാണിച്ചില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയും ആ സമയത്ത് യദു കൃഷ്ണൻ്റെ അടുത്തത് മേയറാണെന്നും ഞാൻ MLA ആണെന്നും പറയുമ്പോൾ യദു കൃഷ്ണൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സാലറി തന്നിട്ട് സംസാരിക്കാൻ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആര്യ രാജേന്ദ്രനും കെട്ടിയവനും അല്ലെങ്കിൽ മക്കളും മച്ചമ്പി എല്ലാം കൂടി അവിടെ കിടന്നുകൊണ്ട് ആ ഡ്രൈവറിനെ അസഭ്യ വർഷം ഭയങ്കര പ്രശ്നമൊക്കെയാണ്. അവനെ അടിക്കാനായിട്ട് വാഹനത്തിൽ കയറുന്നു. ഇതിൻ്റെ എല്ലാം CCTV റെക്കോർഡിംഗ് ആയിട്ടുണ്ടായിരുന്നത് ആ KSRTC ബസ്സിലുണ്ടായിരുന്ന CCTV ആണ്. അതിന് അപ്പുറം ഈ റോഡിലുള്ള AI ക്യാമറകളൊക്കെ ഇരിപ്പില്ലേ, അങ്ങനെയുള്ള പല ക്യാമറകളിലും പതിഞ്ഞ ദൃശ്യത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ആര്യ രാജേന്ദ്രൻ എന്ന് പറയപ്പെടുന്ന മേയർ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ കമ്മികളെല്ലാം കൂടി മേയറാക്കിക്കൊണ്ട് പൊക്കിക്കൊണ്ട് നടക്കുന്ന മന്ത്രി കൊച്ചമ്മ കുറേ കള്ളത്തരങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം പൊട്ടിപ്പോയത് ഈ ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ മന്ത്രി കൊച്ചമ്മ പറഞ്ഞത് ഞങ്ങൾ സീബ്ര ലൈനിലൊന്നും വാഹനം നിർത്തിയിട്ടിട്ടില്ല, വാഹനം നിർത്തിയിട്ടത് ആ റോഡിൽ തന്നെയാണ്, റോഡിൽ നിർത്തിയിട്ടിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിച്ചതെന്നാണ്. എന്നാൽ CCTV ദൃശ്യങ്ങൾ നോക്കിയപ്പോൾ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് ഈ സീബ്ര ലൈനിൽ തന്നെയാണ്. ഇപ്പോൾ ഇതാ ഒരു പുതിയ ഒരു വാർത്ത വന്നു. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുൻപ്, ഏകദേശം 4-5 മാസങ്ങൾക്ക് മുൻപാണെന്ന് തോന്നുന്നു, നമ്മൾ ഈ ഒരു വാർത്തയെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതിൻ്റെ അപ്ഡേറ്റ്, എവിടെ പോയി ഇതിൻ്റെ അപ്ഡേറ്റ്? അത് തുടങ്ങിയ സമയങ്ങളിൽ വലിയൊരു വിവാദമായിരുന്ന ഒരു വിഷയമായിരുന്നിട്ട് പിന്നീട് എവിടെ പോയി, എല്ലാവരും ഉറങ്ങിയോ, യദുകൃഷ്ണൻ്റെ അവസ്ഥ എന്താണ്, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇതിനകത്തിൽ ആ വീഡിയോയുടെ തമ്മിൽ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് അതിനെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ല. യദുകൃഷ്ണൻ വേറെ പ്രൈവറ്റ് വണ്ടികൾ ഓടിക്കുന്നു. എന്നാൽ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വാഹനത്തിൽ ഈ പോലീസിൻ്റെ കുറ്റപത്ര സമർപ്പണമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ചടങ്ങ് ഇപ്പോൾ നടന്നിട്ടുണ്ട്. ആ ഒരു വിഷയത്തിന് ഇപ്പോൾ ഒരു തിരശ്ശീല വീണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. അതിൽ KSRTC ബസ് ഡ്രൈവർ യദുവിനെ തടഞ്ഞ കേസ്, മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് MLA യും കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കി. ഈ കുറ്റപത്ര സമർപ്പണം അല്ലെങ്കിൽ ഈ ഒരു കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ഇതിൽ MLA യും ഇല്ല, മേയറും ഇല്ല. അവരവിടെ ആ സംഭവ സ്ഥലത്ത് ഇല്ലായിരുന്നു. അതൊക്കെ AI ക്രിയേറ്റഡ് ആയിരുന്നു ആ വീഡിയോ എന്നാണ് ഇവരൊക്കെ പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നത്. എന്തൊരു നാറിയ സർക്കാരാണ്! നാണം ഉണ്ടോടാ നിനക്കൊക്കെ? മേയർ എന്ന് പറയപ്പെടുന്ന നീയൊക്കെ എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്ന ആ കൊച്ചമ്മ, മന്ത്രി കൊച്ചമ്മ കാണിച്ച വൃത്തികേടിന്, അവരുടെ ഒരു അധികാര ദുർവിനിയോഗത്തിന് നിങ്ങൾ വീണ്ടും കുട പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കമൻറ്റുകളിൽ ഞാൻ കണ്ട കുറേ കമൻറ്റുകളിൽ ശ്രദ്ധേയമായ കമൻറ്റുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതിലൊരു കമൻറ്റിൽ ഞാൻ കണ്ടത്, അപ്പോൾ ബസ് ഡ്രൈവർ ആയിരുന്നു അല്ലേ ശരി, മനുഷ്യനാകണം, കഷ്ടം, അടിമകൾ തന്നെ, തെറ്റ് കണ്ടാൽ പോലും പ്രതികരിക്കാൻ പറ്റാതെ പാർട്ടിക്കൊപ്പം നിന്നോളും, വീഡിയോയിലുള്ളത് ഇനി അവരല്ല എന്നുകൂടി ആകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ പറയുന്ന മാധ്യമങ്ങളിലെല്ലാം കമൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അന്ന് ഈ പറയുന്ന യദു കൃഷ്ണനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെതിരെയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആളുകൾക്കെതിരെയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇവർ
ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആരാണ് ശരി ആരാണ് തെറ്റെന്ന് നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലായി അല്ലേ? ഇതിൽ ആരാണ് ശരി? യദു കൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന ആ ഒരു ഡ്രൈവറായിട്ടുള്ള, അയാളെ ഡ്രൈവർ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, ഒരു പാവം പിടിച്ച പയ്യൻ, ഉപജീവന മാർഗ്ഗമായിരുന്നു ബസ് ഓടിക്കൽ. ഈ പറയുന്ന എന്താ പറയുക, പണത്തിന് മീതെ കിടന്നുറങ്ങുന്ന, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന എല്ലാ പൈസ അടിച്ചു മാറ്റി ജീവിക്കുന്ന ഈ മറ്റു പാവപ്പെട്ടവൻ്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന മേയറെ പോലെയുള്ള കുട്ടികൾക്കൊക്കെ എന്തറിയാം? അല്ലെങ്കിൽ സച്ചിൻ ദേവ് എന്ന് പറയുന്ന MLA പോലെയുള്ളവന്മാർക്കൊക്കെ എന്തറിയാം? ഇവന്മാർക്കൊക്കെ പാവം പിടിച്ചവൻ്റെ ഒന്നും കഷ്ടപ്പാട് അറിയില്ലല്ലോ. മനുഷ്യനാകണം മനുഷ്യനാകണം എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകളൊക്കെ എടുത്തിട്ട് വലിയ രീതിയിൽ അങ്ങോട്ട് ഒരുമാതിരി എന്താ പറയുക, ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇതാണെന്നൊക്കെ പറയുന്ന സർക്കാരിൻ്റെ ഒരു അവസ്ഥയെ, പിന്നെ അതേപോലെ തന്നെ ഈ തൊഴിലാളികൾക്കൊപ്പമാണ്, തൊഴിലാളി യൂണിയൻ ആയിരുന്നു, കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്നവരുടെ ഒരു സംഘടനയാണെന്നൊക്കെ പറയപ്പെടുമ്പോഴും തൊഴിലാളികളുടെ തൊഴിലില്ലാതാക്കാനായിട്ട് ഇവർ കാണിക്കുന്ന പോരാട്ട നാടകങ്ങളും വൃത്തികേടുകളും തന്തയ്ക്ക് പിറക്കാഴികയും എല്ലാം ഇതുപോലെയുള്ള ഓരോ സമയങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു പാർട്ടിയാണെന്നുണ്ടെങ്കിൽ ഇമാതിരി തോന്നിവാസം കാണിച്ചത് നമ്മൾ അങ്ങനെ തന്നെ പറയണം. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ അന്ന് ആ സമയത്ത് ട്രൂ TV എന്ന് പറയുന്ന ചാനലിൽ സൂരജ് പാലാക്കാരൻ വലിയ രീതിയിൽ പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഷെയർ ചെയ്താണ്. പിന്നീട് കുറച്ച് ഇഷ്യൂസ് വന്നപ്പോൾ നമ്മൾ റിമൂവ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ പ്രതികരിക്കുന്നവരെല്ലാം അടിച്ചമർത്തുന്ന രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. നമുക്കറിയാം ഈ വിഷയങ്ങൾ തുടങ്ങിയ അന്ന്, അതായത് ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ യദു കൃഷ്ണൻ പോലീസിനെ സമീപിക്കുകയും പട്ടം കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ സമീപിക്കുകയും പരാതി കൊടുക്കുകയും ചെയ്തപ്പോൾ ഈ പരാതി സ്വീകരിക്കാതെ ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവായിട്ടുള്ള ആ മാമനും കൂടി ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും ഇവരുടെ പരാതിക്കാണ് കൂടുതൽ വാല്യൂ പോലീസുകാർ കൊടുത്തതെന്നാണ് യദു കൃഷ്ണൻ പറഞ്ഞത്. യദു കൃഷ്ണന്റെ പരാതി രണ്ടാമതാണ് സ്വീകരിച്ചത്. ഒന്നാമത്തെ പരാതി ആര്യ രാജേന്ദ്രന്റെ ആക്കി, രണ്ടാമത്തെ പരാതി യദു കൃഷ്ണന്റെ ആക്കി. എന്തുകൊണ്ടാണ്? അവിടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവ് ഇരിപ്പുണ്ടല്ലോ. രണ്ട് ഇരട്ടച്ചങ്കാണ്. ഇരട്ടച്ചങ്കന്റെ പേടി കാരണം ഇരട്ടച്ചങ്കൻ പോലീസുകാരോടും അതേപോലെ തന്നെ MVDയോടൊക്കെ പറഞ്ഞ് കളിച്ചൊരു കളി. ആ കളിയിൽ ഇപ്പോൾ യദു കൃഷ്ണൻ തന്നെ വില്ലനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൽ വാർത്തയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ കുറ്റപത്ര സമർപ്പണത്തിൽ പരാതി ഇപ്പോൾ ആ പയ്യനെതിരെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് യദു കൃഷ്ണൻ എന്ന് പറയുന്ന ആ പാവം പിടിച്ച പയ്യനെതിരെ അവൻ്റെ ജോലിയും പോയി, അവനെ ഒന്നുമല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ശ്രമം അത് നമുക്കറിയാം. പണ്ടേ ഇങ്ങനെ തന്നെയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ബാക്കി ഒന്ന് കണ്ടുപോകാം. തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രനെ അശ്ലീല ആംഗ്യം കാണിച്ചതിൽ KSRTC ഡ്രൈവർ യദു കുറ്റക്കാരൻ. തെളിവുകൾ ശേഖരിച്ചു എന്നും കുറ്റപത്രം ഉടൻ നൽകുമെന്നും പോലീസ്. മേയർ ആര്യ രാജേന്ദ്രനെയും MLA സച്ചിൻ ദേവിനെയും കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കി. മേയറുടെ സഹോദരൻ മാത്രമാണ് കേസിൽ പ്രതി. വിശദാംശങ്ങളുമായി CG അരുൺ സിംഗ് ചേരുന്നു. അരുൺ, നേരത്തെ MLAയും ഒപ്പം മേയറെയും കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാരണം കൃത്യമായ തെളിവുകളില്ല എന്നുള്ളതായിരുന്നു. യദുവിനെതിരെ കൃത്യമായ തെളിവുണ്ടോ? നിലവിൽ ഇത് രണ്ട് പോലീസ് സ്റ്റേഷനാണ് മീട്ടു. ഈ മേയർക്കെതിരെയുള്ള കേസ് കന്റോൺമെന്റ് സ്റ്റേഷനിലും യദുവിനെതിരെയുള്ള കേസ് മ്യൂസിയം സ്റ്റേഷനിലുമായിരുന്നു. കന്റോൺമെന്റ് പോലീസാണ് മേയറെയും MLA ആയ സച്ചിൻ ദേവിനെ ഒഴിവാക്കിക്കൊണ്ട് കുറ്റപത്രം കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ ജൂലൈയിൽ. അതിന് പറയുന്നത് മീട്ടു പറഞ്ഞ പോലെ തന്നെ ഇവർക്കെതിരെ ഉണ്ടായിരുന്ന യദുവിനെ അസഭ്യം പറഞ്ഞു, ബസ് തടഞ്ഞ് ഗതാഗത തടസ്സമുണ്ടാക്കി, ജോലി തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകളൊന്നും തന്നെ നിലനിൽക്കുന്നതല്ല. അതിനുള്ള സാക്ഷിമൊഴികളോ CCTV ദൃശ്യങ്ങളോ പരിശോധിക്കുമ്പോൾ ഇത് തെറ്റാണ് എന്ന് മനസ്സിലായി എന്നുള്ളതാണ് ഒഴിവാക്കാനുള്ള കാരണം പറയുന്നത്. അതേസമയം ബസ് തടഞ്ഞു എന്ന കുറ്റത്തിന് ആ കാർ ഓടിച്ചിരുന്ന ആര്യയുടെ സഹോദരൻ അരവിന്ദിനെ ഒരു നിസ്സാര കുറ്റം ചുമത്തി പ്രതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അതിൽ കുറ്റപത്രം കൊടുത്തിരിക്കുന്നത്. എന്നാൽ യദു അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന കേസിൽ കുറ്റപത്രം കൊടുത്തിട്ടില്ല. അതായത് അവസാന ഘട്ടത്തിലാണ്, തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മ്യൂസിയം പോലീസ് പറയുന്നു. അതിന് കൃത്യമായ തെളിവുണ്ട്. യദു അശ്ലീല ആംഗ്യം കാണിച്ചു എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ യദുവിനെ പ്രതി ചേർത്തുകൊണ്ട് കുറ്റപത്രം കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുമാണ് മ്യൂസിയം പോലീസ് അറിയിക്കുന്നത്. ശരിയാണ്. കണ്ടില്ലേ, സർക്കാരിന്റെ ഡബിൾ ഫാദർ സിൻഡ്രോമാണ് നമ്മളിവിടെ കാണുന്നത്. അവിടെ കിടന്ന് തോന്നിവാസം കാണിച്ച മന്ത്രി കൊച്ചമ്മയുടെ പേരിലും കെട്ടിയോന്റെ പേരിലും ഒന്നും കേസില്ല. ആരുടെ പേരിലാണ് കേസ്? യദു കൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന പരാതിക്കാരന്റെ മേലാണ് കേസ്. ഇതാണോ ഇവിടുത്തെ നീതി? ഇതാണോ ഇവിടുത്തെ നിയമം? എന്തൊരു കഷ്ടമാണല്ലേ. നിയമം കയ്യിലുള്ളവർക്ക് അതെടുത്തുകൊണ്ട് എന്തും കാണിക്കാമെന്നുള്ള, അല്ലെ പണവും അധികാരവും ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് തോന്നിവാസവും കാണിക്കാമെന്നുള്ളൊരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണോ നമ്മുടെ രാഷ്ട്രീയം? നമ്മുടെ ഈ പറയുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ ഇടതുപക്ഷ സർക്കാർ കഷ്ടമാണ്. ഇതിനപ്പുറത്തേക്ക് പറയാൻ ഒരുപാട് വാക്കുകളുണ്ട്. പക്ഷെ ഞാനിതൊന്നും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വിട്ടുപോകും. പിന്നീട് അതിന് ശേഷം നമുക്ക് അധിക്ഷേപ പരാമർശത്തിന് കേസ് വരും. വെറുതെ ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ കൊള്ളരുതായ്മകൾ ഇതിലിപ്പോൾ ഈ വീഡിയോയിൽ നമുക്കറിയാം. ഈ ഒരു വീഡിയോ ആ വാഹനം തടഞ്ഞു നിർത്തി യദുവിൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിക്കുന്ന, അത് മേയർ കൈ ചൂണ്ടി എന്തോ വലിയ രീതിയിലൊക്കെ രോഷാകുലയായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. കെട്ടിയവനും അതുപോലെ തന്നെ ഈ എന്താ പറയുക സാരിത്തുമ്പിൽ പിടിച്ചിരിക്കുന്ന പോലെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് വലിയ രീതിയിൽ ഡയലോഗ് അടിച്ച് താളം അടിച്ച് മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് മെഴുകുകയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ അവരുടെ പേരിൽ കേസില്ല. AI ക്രിയേറ്റഡ് വീഡിയോ ആണ് കേട്ടോ. അതായത് അവിടെ ഇരിക്കുന്ന AI ക്യാമറ ആയതുകൊണ്ട് തന്നെ ആ വീഡിയോയിൽ മേയർ ആര്യ രാജേന്ദ്രനെ ആക്കിയെടുത്തതാണ്, ആരോ മോർഫ് ചെയ്തതാണ്. അതൊക്കെ എഡിറ്റിംഗ് ആണ്. ഇനി നാളെ ഇങ്ങനെ വരും.
ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾ എഴുതി വെച്ച് വേണമെങ്കിൽ ഈ രീതിയിൽ തന്നെ വാർത്തകൾ ഇനി വരാം. മാധ്യമങ്ങൾ വഴി ഇവരിങ്ങനെ തന്നെ വാർത്തകൾ കൊടുക്കാം. അത് മേയറുമല്ല, മേയറുടെ കെട്ടിയവനുമല്ല, ആകെ ഉണ്ടായിരുന്ന മേയറുടെ സഹോദരൻ മാത്രമാണ്. അവനെ മാത്രം രക്ഷിക്കാൻ പറ്റില്ല, കാരണം അവനെ വണ്ടി ഓടിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വാഹനം CCTV ഫുട്ടേജിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ വാഹനത്തിന് മുൻപിൽ ഇവരിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പോലീസിൻ്റെ കയ്യിലുള്ളത് യദു കൃഷ്ണൻ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് അശ്ലീല ആംഗ്യം കാണിക്കുന്നതിൻ്റെ വീഡിയോയാണ്. അതെവിടുന്ന് കിട്ടി? ആ വാഹനത്തിൻ്റെ ബസ്സിനുള്ളിലുള്ള മെമ്മറി കാർഡ് മിസ്സായെന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെ അത് കിട്ടിയത്? അപ്പോൾ ഇതിലെന്തോ ഒരു കളി ഉണ്ടല്ലോ. എല്ലാം കൂടി അങ്ങോട്ട് എത്ര ആലോചിച്ചിട്ടുണ്ട് മനസ്സിലാവുന്നില്ലല്ലോ സാറുമാരെ. എന്താണിത്? നിനക്കൊക്കെ ഈ കാക്കി ഊരി വെച്ചിട്ട് വല്ല ചിരക്കാനും പോക്കൂടെ? അതാണ് ഏറ്റവും നല്ല പരിപാടി. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തിൽ, ഈ കോടതിയുടെ അല്ലെങ്കിൽ ഈ ഒരു തീരുമാനത്തിൽ യദു കൃഷ്ണൻ എന്താണ് പറയാനുള്ളതെന്ന് കേട്ട് നോക്കാം. പരാതിയില് 1, 2, 3 മൂന്നാമത്തെ പ്രതി മാത്രം ചെറിയ പെറ്റി കേസിൽ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം മൊത്തം 5 പ്രതികളും ഇപ്പൊ ഒരു പ്രതിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടക്ടറിന്. അത് ഇപ്പൊ അന്വേഷണം തൃപ്തികരമല്ലാത്തതുകൊണ്ടാണ് കോടതി പറഞ്ഞ് ഇനി ഇവരെ പ്രതി ചേർക്കണമെന്ന് പറഞ്ഞ് അതിനുള്ള പ്രൈവറ്റ് കംപ്ലൈന്റ് ആണ് കൊടുക്കുന്നത്. രാഷ്ട്രീയപരമായിട്ടായാലും ഇപ്പൊ ഭരണമായാലും അവരെ കൂടെയല്ലേ ഇരിക്കുന്നു. ഞാനിപ്പോ പ്രൈവറ്റിൽ ലീവ് വേക്കൻസിയാണ്. KSRTCയിൽ വിളിച്ചിട്ടില്ല. കേസുമായിട്ട് ഏതറ്റം വരെയും പോകും. കണ്ടില്ലേ, ഈ വീഡിയോയിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. മറ്റേ സച്ചിൻ ദേവോ അവനാണെന്ന് തോന്നുന്നു, വേറെ ഇവരുടെ സഹോദരനാണ്, ഏതോ ഒരുത്തനാണ് ഓടി വന്നുകൊണ്ട് ആ ഡ്രൈവറിൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തോ തോന്നിവാസമാണല്ലേ, അവരുടെ അധികാരം കയ്യിലുള്ളതിൻ്റെ ഹുങ്കാണ് കാണിക്കുന്നത്. ഈ വൃത്തികെട്ട പരിപാടിക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ഒരാളില്ല. കാരണം ഇടതുപക്ഷ സർക്കാരിന് വേണ്ടപ്പെട്ട ആളാണല്ലോ ആര്യ രാജേന്ദ്രൻ. അപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചല്ലേ പറ്റുള്ളൂ. ആ ചേർത്ത് പിടിക്കലിൻ്റെ, ആ കരുതലിൻ്റെയൊക്കെ ഒരു പ്രതീകമാണ് നമ്മൾ ഈ ഒരു കേസിൽ കാണുന്നത്. നാളെ യദു കൃഷ്ണനെ തൂക്കിക്കൊന്നു വരാം. കാരണം തെറ്റ് അവൻ്റെ ഭാഗത്താണ്, അവൻ തെറ്റുകാരനാണ്. അപ്പോൾ പിന്നെ അവനെ തൂക്കിക്കൊന്നാൽ എന്താ പ്രശ്നം അല്ലേ എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഷ്ടമാണ് കേട്ടോ. അതായത് തോന്നിവാസങ്ങളെല്ലാം കാണിക്കുന്നതിൻ്റെ ലൈവായിട്ടുള്ള CCTV ഫൂട്ടേജുകൾ ഉണ്ടായിരുന്നിരിക്കെ അവർക്കെതിരെ, അതായത് ഈ ചെയ്യുന്നവന്മാർക്കെതിരെ ഒരു കേസ് എടുക്കാനും പറ്റുന്നില്ല. കുറ്റപത്രം സമർപ്പിച്ച ഈ അടിമ പോലീസുകാരുണ്ടല്ലോ, കാക്കിയിട്ടുകൊണ്ട് ക്ഷവരം ചെയ്യടാ നീയൊക്കെ, അതാണ് നിനക്കൊക്കെ ഏറ്റവും നല്ലത്. വൃത്തികെട്ടവന്മാർ, കഷ്ടമാണ് നിൻ്റെയൊക്കെ കാര്യം. ഇതിൽ കുറേ കമൻറ്റുകളിലൊക്കെ ഒരുപാട് കമൻറ്റുകളുണ്ട്. അടിക്കടാ സഖാക്കളെ കൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേരുണ്ട്. ഇങ്ങനെ ഒരുത്തൻ ഉപജീവന മാർഗം നിർത്തിയപ്പോൾ, അല്ലെ അവനെ അങ്ങനെ ആക്കി കളഞ്ഞപ്പോൾ എന്ത് നിനക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും ചോദിക്കുന്നുണ്ട്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇതിൽ ഞാൻ എടുത്തൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, സത്യം എത്ര നാൾ മൂടി വെക്കാൻ ശ്രമിച്ചാലും ഒരു നാൾ അത് മറനീക്കി പുറത്ത് വരും. ഈ കറുത്തഭാവം എന്നൊക്കെ പറയുന്ന പോലെ ഇരുട്ടാണെന്നുണ്ടെങ്കിലും ആ ഇരുട്ടിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് വെളിച്ചമായിട്ട് ആ യദുകൃഷ്ണൻ്റെ ഭാഗത്ത് തെറ്റില്ല ശരിയാണെന്നുണ്ടെങ്കിൽ ആ ശരി പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്ന സമയത്തും ഇതുപോലെ മെഴുകാനും മേയർ അമ്മച്ചിയെ, അല്ലെങ്കിൽ കൊച്ചമ്മയെ, മന്ത്രി കൊച്ചമ്മയെ ചേർത്ത് പിടിക്കാനും ഈ ഇരട്ടച്ചങ്കൻ്റെ ആളുകളുമൊക്കെ ഉണ്ടാവണമെന്ന് കൂടി പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. കഷ്ടമാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്നൊക്കെ പറയുന്നത്. നിയമവും അധികാരവും കയ്യിലുള്ളവന് എന്ത് തോന്നിവാസവും കാണിക്കാവുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമമാണ്.